മാതാവിന്റെ യോനി പൂജ നടത്തുക എന്നുള്ള സങ്കല്പം എന്താണ്? എനിക്കത് എത്ര ആലോചിച്ചിട്ടും എനിക്കതിന്റെ യുക്തി മനസ്സിലാകുന്നില്ല. എന്താ മാതാവിന്റെ യോനിക്ക് കുഴപ്പം? സാധർമ്മയുടെയാണ് യോനിയാണ്, വേറൊരു പെണ്ണിന്റെ ആണെങ്കിലും യോനിയാണ്, അമ്മയുടെ ആണെങ്കിലും യോനിയാണ്. അമ്മ വസ്ത്രമില്ലാതിരിക്കുന്നതും അമ്മയുടെ യോനിയെ പൂജിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? ഒരു കുഴപ്പമില്ല. അമ്മ നോവനുഭവിച്ച് എന്നെ പുറത്തേക്ക് വിട്ടത് ആ യോനിയില്ല. കാരണം അമ്മയ്ക്ക് കൂടി തോന്നണം എന്റെ യോനി പൂജിക്കണം, എനിക്ക് അമ്മയുടെ യോനി ഒന്നും പൂജിക്കണം. എനിക്ക് ഒരു കണ്ണുറണം. അമ്മ പറഞ്ഞാൽ എന്റെ സ്വതവേ എന്റെ വീക്ക്നെസ് അമ്മ. അമ്മ എന്ന വാക്കും അമ്മ എന്ന സത്യവും, കാരണം ഞാൻ ദൈവത്തെ വിളിക്കുന്ന അമ്മയാണ്. എന്റെ ജന്മം കൊണ്ട് എനിക്ക് ഏറ്റവും എന്നെ സ്വാധീനിച്ച അല്ലെങ്കിൽ അമ്മയാണ്. എൻ്റെ ഗുരു അമ്മയാണ്, സ്ത്രീയാണ് എല്ലാ അർത്ഥത്തിലും. അപ്പൊ അതോട് പറയുമ്പോഴത്തിനും അങ്ങനെയുള്ള അമ്മയുടെ യോനി എന്ന് പറയുന്ന സമയത്ത് അയ്യപ്പന്റെ പൊന്നും തൃക്കോവിലിനകത്ത് ഒന്നുമില്ല എന്നാ ഞാൻ പറഞ്ഞത്. അവിടെ ഒന്നുമില്ല എന്നാ പറഞ്ഞത്. കള്ളൻ കള്ളനാണ്. ഇത് ബ്രാഹ്മണനായാലും ശരി ചണ്ടാളനായാലും ശരി, കള്ളൻ കള്ളനാണ്. ശബരിമലയിൽ അയ്യപ്പൻ്റെതായിട്ട് ബാക്കി എന്തുണ്ട് എന്ന് ചോദിച്ചില്ലേ? അവിടെ അയ്യപ്പന്റെ ജീവസമാധി ഇല്ലേ? മണിമണ്ഡപം തന്നെയാണ് അവിടെ ആകെ അവശേഷിക്കുന്ന ആകർഷണം. അവിടെ എത്ര ഭക്തർ അവിടെ പോയി പ്രവർത്തിക്കുന്നുണ്ട്. ഈ വ്രതോ അല്ലെങ്കിൽ ഈ കെട്ടുകൊടുത്ത ആളുകളൊക്കെ അവിടെ ഇപ്പോൾ കാണുന്ന ആ സ്വർണ്ണ വിഗ്രഹം അല്ലെങ്കിൽ ആ ചെറിയ വിഗ്രഹത്തെ തൊഴാൻ വേണ്ടിയിട്ടാണ് ആ വരിക്കുന്നത് പോകുന്നത്. മണിമണ്ഡപത്തിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് തൊഴുതു പോരുന്നേ ഉള്ളൂ. അതിന് എത്ര പ്രാധാന്യം. അവിടെ നേരിട്ട് മേഘയ്ക്കൊക്കെ ഒരു കാലത്ത് പോകാനാകട്ടെ. കാരണം ഇപ്പോഴത്തെ നിയമത്തിൽ ഇത് പറ്റാത്തതുകൊണ്ടാണ്. എനിക്കിപ്പോൾ നിയമം അനുഭവിച്ച് ഈ പറഞ്ഞ എല്ലാവരും ഓക്കെ ആണെങ്കിൽ പോകുന്നൊരു തെറ്റും ഞാൻ കാണുന്നില്ല. മേഘയ്ക്ക് പോയാലും മേഘയെ തള്ളിക്കളയുന്നൊരു ദൈവം അവിടെ ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. അത് മലബാർ സമ്പ്രദായത്തിലാണെങ്കിലും ഇല്ല. പക്ഷേ ഇപ്പോഴത്തെ വ്യവസ്ഥയിൽ അത് വലിയ വിവാദമായി കിടക്കുന്നതുകൊണ്ട് അപ്പം അവിടെ ഉള്ളത് എന്ന് വെച്ചാൽ ഈ മണിമണ്ഡപം തന്നെയാണ്. അത്രത്തോടെ കാര്യമാണ്. കുറച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ആ പ്രകൃതി ശക്തികളൊക്കെ അവിടെ ഉണ്ട്. ഇവർ തിരിഞ്ഞു നോക്കാത്തവർക്ക് പൂജിക്കാൻ അറിയാത്ത മലദൈവങ്ങളൊക്കെ എപ്പോഴും അവിടെ ഉണ്ട്. ഇവിടെ യഥാർത്ഥ വിധിപ്രകാരം ഈ ശക്തയെ കൗള മലബാർ സമുദ്രത്തിൽ പൂജിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ അതിൻ്റെ നിഷ്കളങ്ക ഭക്തിയിലുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ തന്നെ അവിടെ ഈ ചില സമുദായങ്ങൾ തന്നെ അവരെ തുടി കൊട്ടിയിട്ടും മറ്റൊക്കെ പാടുന്ന ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥന അവരുടെയൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ട്. അല്ലാണ്ട് നിങ്ങൾ കരുതുന്ന സ്ഥലത്ത് അയ്യപ്പൻ്റെ പൊന്നും തൃക്കോവിലിനകത്ത് ഒന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. അവിടെ ഒന്നുമില്ല ഉള്ളത് ബോധ്യ. അവിടെ ഒന്നുമില്ല. കാരണം എങ്ങനെ ഉണ്ടാവും? കള്ളം കയറിയിട്ടും പരിഹാരം ചെയ്തിട്ടില്ല. കനകദുർഗയും ബിന്ദുമണിയും ചെന്നപ്പോൾ പുണ്യാഹം ചെയ്ത ആൾക്കാർ കള്ളം കയറി കട്ടെടുത്തിട്ട് പുണ്യാഹം ചെയ്തിട്ടില്ല, പരിഹാരം ചെയ്തിട്ടില്ല. അവര് അവിടെ എന്തോ ഉണ്ടായപ്പോ വേറെ വിഷയമായി. എന്തിനവിടെ എന്തോ ഈ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് എന്തൊരു വിഷയം ഉണ്ടായപ്പോൾ പോലും, തടമ്പിന്റെ വിഷയം ഉണ്ടായപ്പോൾ പോലും അവിടെ പരിഹാരം ചെയ്തു. പക്ഷെ കള്ളം കയറി കള്ളം എന്നാ പറയണ്ടേ? പോറ്റിയൊന്നുമില്ല. കള്ളം കയറിയപ്പോൾ പരിഹാരം ഇല്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്ത് തന്നെ അവിടെ വന്നിട്ട് ഇപ്പോഴും ആൾക്കാർ അവിടെ തൊഴുതുകൊണ്ടിരിക്കുക. അവരുടെ നിഷ്കളങ്ക ഭക്തി, ആ ശരണം വിളിയുടെ ശരണഘോഷം കൊണ്ടുള്ള ആ പവർ എനർജിയൊക്കെ അവിടെ ഉണ്ടാവും. കാരണം ആ അയ്യപ്പനെ ദർശിക്കുന്ന നേരത്തെ, ശരണം വിളിക്കുന്ന നേരത്ത് അത് അത്രയും കാലത്തെ ആ പ്രതീക്ഷയും പിന്നെ അതുപോലെ തന്നെ ആ വരിക്ക് നിന്ന് അങ്ങനെയൊക്കെ ആയി തിരക്കി അവിടെ മുന്നിലെത്തുന്ന സമയത്തുണ്ടല്ലോ, അവിടെ ആ കണ്ണടച്ചിട്ടാണ് 99% ആളുകളും സ്വാമിയേ ശരണയ്യപ്പ എന്ന് പറയുക. കണ്ണടച്ചിട്ട് ആ ഭക്തിയിലുള്ള ആ വിളി, അതൊക്കെ അവൻ്റെ ഉള്ളിലുള്ള അയ്യപ്പൻ്റെ ചൈതന്യത്തിൻ്റെ വിളങ്ങലാണ്. മറ്റത് നമ്മൾ അംഗീകരിക്കില്ല. ഇല്ല. നെയ്യഭിഷേകത്തിൻ്റെ പേരിൽ നെയ്യ് അഭിഷേകം ചെയ്യണമെങ്കിൽ അവിടുത്തെ കീഴ്ശാന്തി, മേൽശാന്തി, ഇടശാന്തി എന്നൊക്കെ കൊണ്ട് ഒരുപാട് ശാന്തി കമ്മീഷൻ വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്. ശമ്പളം വേറെയുണ്ട്, ദക്ഷിണ വേറെയുണ്ട്. ഇതല്ലാണ്ട് അവർ ഈ പറഞ്ഞ കൈക്കൂലി വാങ്ങിക്കൊണ്ട് അവർ ഈ അഭിഷേകം നടത്തുമ്പോൾ അത് നോക്കി അങ്ങനെ എന്ത് ചൈതന്യം ഉണ്ടാവുക? എന്ത് ചൈതന്യം അവിടെ ഉണ്ടാവുക? അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യം മണിമണ്ഡപം ഇല്ല വെച്ചാൽ മണിമണ്ഡപം മാത്രമല്ല, അത്തരത്തിൽ ഇവരൊന്നും കൈവയ്ക്കാത്ത പല കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ മണിമണ്ഡപത്തൊക്കെ സംബന്ധിച്ച് അവിടത്തേക്ക് പൂജ നായരകുറുപ്പന്മാരൊക്കെ ചെയ്യുന്ന പൂജകളൊക്കെ ഉണ്ടാക്കാൻ ബന്ധപ്പെട്ടിട്ട് അതുകൊണ്ടൊക്കെയാ. അവരൊന്നും ഈ സ്ക്രീനിൽ വരാത്ത ആൾക്കാർ, അവരൊന്നും സ്വർണ്ണം അടിച്ചു മാറ്റിയിലൊന്നും ഉണ്ടാവില്ല, സ്ക്രീനിൽ വരുന്നില്ല. അവരൊക്കെ അവർ കാര്യം ചെയ്ത് പോകുന്നവരാ. അതൊക്കെ അവിടെ ഉണ്ട്. ഇത് പറയുന്ന കേൾക്കുമ്പോൾ ബ്രാഹ്മണ വിരോധം കരുതി കേട്ടോ, അങ്ങനെ കരുതേണ്ട ആവശ്യമില്ല. കള്ളൻ കള്ളനാണ്. ഇത് ബ്രാഹ്മണനായാലും ശരി ചണ്ടാളനായാലും ശരി, കള്ളൻ കള്ളനാണ്. കള്ളന്മാർ കയറിയിട്ട് പരിഹാരം ചെയ്യാണ്ട് 2 സ്ത്രീകൾ കയറിയിട്ട് പരിഹാരം ചെയ്യുക, അവിടെ വലിയ പ്രക്ഷോഭം നടത്തുക, സമരം നടത്തുക, തേങ്ങ കൊണ്ട് തലക്കെറിയ, എന്തൊക്കെ കോലാഹലങ്ങൾ നടന്ന സ്ഥലമല്ലേ? ഇപ്പോൾ ഒന്നുമില്ല. നരേന്ദ്രപ്രസാദിന് മറ്റേ ശാന്തം, പാവക്ക് യേശു എന്ന് വീണത് കണ്ടില്ലേ? ഈ പാതാളം എല്ലാവരും ശാന്തമാണ്. കോപം വരുമ്പോൾ എന്താ ഇംഗ്ലീഷിൽ സംസാരിക്കാനൊക്കെ പറഞ്ഞ പോലെ വളരെ ശാന്തമായിട്ട് എപ്പോൾ ശാന്തതയാണ്. അപ്പം അയ്യപ്പൻ്റെ കാര്യത്തിൽ ഒരു മാറ്റമില്ല. അവിടെ എന്തുണ്ടെന്നുള്ള ചോദ്യം ഭക്തർ കാണുന്ന ആ ശ്രീലകത്താണ്. അവിടെ വിഗ്രഹം ഉണ്ടായിരിക്കാം, അതിന് പഴയ വിഗ്രഹം അല്ലാതെ വേറെ ഒന്നുമില്ല. ഇനി മറ്റൊരു കാര്യം, യോനി പൂജ. താങ്കൾ പറയുന്ന അമ്മ, ഭാര്യ,
ഭാര്യയല്ല പാർട്ട്ണർ, ഇതാരായാലും യോനി പൂജ നടത്തുന്നതുകൊണ്ട് തെറ്റില്ല എന്ന്. താങ്കൾ പാർട്ട്ണറിന്റെ യോനി പൂജ നടത്തുന്നതിൽ എനിക്ക് വിരോധമില്ല, അതൊരു സെക്ഷൽ ഫാന്റസി ആണെന്ന് ഞാൻ വിചാരിച്ചോളാം. ഈ മാതാവിന്റെ യോനി പൂജ നടത്തുക എന്നുള്ള സങ്കല്പം എന്താണ്? എനിക്കത് എത്ര ആലോചിച്ചിട്ടും എനിക്കതിന്റെ യുക്തി മനസ്സിലാകുന്നില്ല. എന്താ മാതാവിന്റെ യോനിക്ക് കുഴപ്പം? ഭാര്യയുടെ ആണെങ്കിൽ യോനിയാണ്, അല്ലെങ്കിൽ സാധർമ്മയുടെ ആണെങ്കിൽ യോനിയാണ്, വേറൊരു പെണ്ണിൻ്റെ ആണെങ്കിൽ യോനിയാണ്, അമ്മയുടെ ആണെങ്കിൽ യോനിയാണ്. എന്താണ് കുഴപ്പം? ഒരു കുഴപ്പമേ ഉള്ളൂ, മറുപടി നമ്മൾ തന്നെ അറിയാൻ കിട്ടില്ല. നിങ്ങൾ കാമക്കണ്ണുകൊണ്ടാണ് അതിനെ കാണുന്നത്, അതാണ് കുഴപ്പം. അമ്മ തുണിയില്ലാണ്ട് നിന്ന് ഞങ്ങൾക്ക് കാമത്തോടെ കാണാൻ പറ്റുള്ളൂ, നമുക്ക് പറ്റില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മ എങ്ങനെ തുണിയില്ലാതിരുന്നാലും ശരി, എനിക്കത് അമ്മയാണ്. അമ്മ വസ്ത്രമില്ലാതിരിക്കുന്നതും അമ്മയുടെ യോനിയെ പൂജിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? ഒരു കുഴപ്പമില്ല. അമ്മ നോവനുഭവിച്ച് എന്നെ പുറത്തേക്ക് വിട്ടത് ആ യോനിയിലാണ്. അത് മനസ്സിലാവണമെങ്കിൽ ഈ യോനി എന്താണെന്ന് മനസ്സിലാക്കണം. അതിന്റെ തലം അറിയാത്തതുകൊണ്ടാണ്. അതിന്റെ തലം അറിയാത്തതുകൊണ്ട് തന്നെയാണ് ബസ്സിൽ കയറി പെണ്ണിനെ തോണ്ടുന്നത്, കുഞ്ഞുമക്കളെ പോലും പീഡിപ്പിക്കുന്നതൊക്കെ ഈ തലമറിയാത്തവരാണ്. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന വിഷയത്തിൽ പോലും തെറ്റ് മാത്രം കാണുന്നവർ, അവന്റെ ഫോണോ അവന്റെ കമ്പ്യൂട്ടറോ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും, അവൻ മുഴുവൻ ടൈം ചിലപ്പോൾ ഫോൺ ചാനൽ കാണുന്നവനായിരിക്കും. നമ്മൾ ആ തലത്തിൽ നിന്നിട്ടല്ല പറയുന്നത്. അമ്മയുടെ യോനി ആരാധ്യമാണെന്നാണ് പറയുന്നത്. പൂജിച്ചോ എന്നത് വേറെ കഥ. കാരണം അമ്മയ്ക്ക് കൂടി തോന്നണം എൻ്റെ യോനി പൂജിക്കണം എന്നുള്ളത്. എനിക്ക് അമ്മയുടെ യോനി ഒന്നും പൂജിക്കേണ്ട. അമ്മയെ സംബന്ധിച്ച് നമ്മുടെ ശരിക്കും എന്താണ് യോനി പൂജ? ഇതിൽ നിന്ന് എന്താണ് ലഭിക്കുക? യോനി എല്ലാം പൂജിക്കുമ്പോൾ എന്താ തന്നെയാണ്. നിങ്ങളിപ്പോൾ ഒരു ശിലയെ പൂജ, ഇപ്പൊ നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു ബുദ്ധ പ്രതിമ ഇരിക്കുന്നുണ്ട്, ഇതിനെ പൂജിക്കുന്നു. അതിനെന്ത് പൂജിക്കുന്നു അല്ലെങ്കിൽ ആരാധിക്കുന്നു, എന്താ കിട്ടുന്നത്? ആ ബുദ്ധൻ അപ്പോഴും ഇങ്ങനെയാണ്. എന്നാൽ നിങ്ങൾ അതിന് വേണ്ടി പൂർണ്ണമായിട്ടൊരു മനുഷ്യനെ ഇരുത്തി പൂജിച്ച് നോക്കൂ. ഒന്നല്ലെങ്കിൽ ചലിക്കലും ചെയ്യും, ഒന്നല്ലെങ്കിൽ ഒരു കൊതുക് അടിച്ച ഒരു കൊട്ടലും ചെയ്യും. ചലിക്കാത്ത വിഗ്രഹത്തിൽ അല്ലെങ്കിൽ ആലയങ്ങളിൽ സ്റ്റക്കായി നിൽക്കുന്ന ഇപ്പൊ കെട്ടിടങ്ങളൊന്നും പള്ളി അമ്പലങ്ങളും ചലിക്കുന്നില്ല. ചലിക്കാത്ത ഇടത്തൊക്കെ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങൾക്കും ദൈവത്തെ കാണാം. ജീവസുറ്റ ശരീരത്തിൽ നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നില്ല, നിങ്ങളുടെ പോരായ്മയല്ലേ? അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ അംഗാവയവം യോനി എന്ന് പറഞ്ഞാൽ എന്താണ്? യോനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ജനിച്ചത് യോനിന്നാ. എത്രയും ചെറുപ്പം നമ്മൾ ജനിച്ച യോനിന്നാ. ഇത് പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവില്ല. യോനിന്നാ. ആ യോനി ജീവസുറ്റതാണ്. ആ യോനി എന്താണ്? യോനി എന്ന് പറഞ്ഞാൽ പരബ്രഹ്മം, യഹോവ, അല്ലാഹ് എന്നൊക്കെ ഇവിടെ പ്രപഞ്ച സത്യത്തിന്റെ പ്രതീകമായിട്ടാണ് കാണുന്നേ. പ്രതീക സിംബോളിക്കാണ്. അപ്പൊ അതിനെ ആരാധിക്കുമ്പോൾ ആ അർത്ഥത്തിലേ കാണുള്ളൂ. ഇത് വേറെ ഞാൻ പറഞ്ഞല്ലോ, യോനി എന്ന് കേൾക്കുമ്പോഴത്തേനും ജഗതി ഉണ്ട് മറ്റേ വേഷം സിനിമയിലും ഇതുപോലെ ഒരു നോട്ട. സിനിമകളെല്ലാം കാണാറുണ്ട്. സിനിമയൊക്കെ കാണും, തിയേറ്ററിൽ പോയി കാണാം. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, പഠിക്കുന്ന കാലത്ത് നമ്മൾ തിയേറ്ററിൽ കാണാൻ തൊട്ടടുത്ത് തിയേറ്ററിലോട്ടാണ് ഇപ്പോൾ താമസം. അപ്പോൾ കാരണം വെച്ചാൽ തിയേറ്ററിൽ പോയി മറന്ന സിനിമയൊന്നുമില്ല എനിക്ക് തോന്നുന്നു. ബാക്കിയൊക്കെ സാധാരണ സിനിമകളൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ മഠത്തിൽ ഇരുന്നിട്ട് വിദ്യാഭ്യാസത്തിൽ അവിടെ ഇരുന്ന് കാണും. അല്ല നമുക്കിപ്പോൾ കാന്താര വന്നപ്പോൾ നമ്മൾ പിന്നെ അതുപോലെ തന്നെ ലോക വന്നപ്പോൾ അതൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, കാണും. കാരണം ജനങ്ങളുമായി മിങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ വരുന്ന ആളുകൾ വരുമ്പോൾ പുരാണം പറയുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് സിനിമ പറയും. പക്ഷെ ആളുകളെ പക്ഷേ ഈ കുറച്ച് ആസ്വാദനത്തിനോടുകൂടി കാര്യം പറയണം. ആത്യന്തികമായിട്ട് നമ്മൾ ഭക്തിയെ പറയാം, സ്പിരിച്വാലിറ്റിയെ പറയാം. അതിന് ഉപയോഗിക്കുന്ന കുറേ മാർഗമുണ്ട്. കുറച്ച് നമ്മളെന്താ പറയുക, ഈ കാലൊടിഞ്ഞ അല്ലെങ്കിൽ മുറിവൊക്കെ ഒഴിയുന്ന ആളുകളുണ്ട്. അവരാദ്യം തന്നെ പോയിട്ട് ഒഴിഞ്ഞ ഭാഗത്ത് പിടിച്ചാൽ വേദനിക്കും. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആദ്യം വേറെ ഭാഗത്ത് നല്ല തലോടി ഈ മസാജ് സെൻ്ററൊക്കെ ഉണ്ടല്ലോ, അത് പറഞ്ഞ പോലെ തന്നെ മെല്ലെ ഇങ്ങനെ അതേപോലെ തന്നെയാണ് ഈ സിനിമയൊക്കെ. അപ്പം അതിന് വേണ്ടി കണ്ടല്ലേ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞു വന്നത് യോനി പൂജ. അപ്പൊ യോനി പൂജ എന്ന് പറയുമ്പോൾ സ്വാഭാവികത്തേ ഉള്ളൂ. അത് അമ്മ ഇപ്പൊ യോനി അവിടെ ഇതാണ്, സ്ത്രീ എന്നേ ഉള്ളൂ. ഭാര്യ, മകള്, അമ്മ, കാമുകി, ആരുമാക്കാം. യോനിയാണ് അവിടെ ആത്യന്തികമായിട്ടുള്ളത്. പക്ഷെ ഓരോ യോനിക്കും വ്യത്യാസമുണ്ടാവുന്നത്. അവിടെയാണ് പറയുന്നത് മാതൃയോനിയും പരിത്യജ്യ എന്ന് പ്രമാണമുണ്ട്. മാതൃയോനിയും പരിത്യജ്യ, മാതാവിന്റെ യോനി നീ ഉപേക്ഷിക്കുക. വിഹരയിൽ സർവയോനിഷു, മറ്റേത് യോനിയെ വേണമെങ്കിൽ നിനക്ക് പ്രാപിക്കാം. പ്രാപിക്കൂന്നല്ല, പ്രാപിക്കാം. അമ്മയുടെ യോനി ഭോഗിക്കാൻ പാടില്ല എന്ന് ഈ ശാസ്ത്രത്തിന്റെ നിയമമാണ്. അല്ലാണ്ടൊരു നിയമമല്ല വേണം, ഈ ശാസ്ത്രത്തിന്റെ നിയമമാണ്. അല്ലാണ്ട് ഇപ്പം എങ്ങനെ പോയിച്ച് നമ്മൾ തന്നെ മുമ്പ് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. പക്ഷെ ഈ ശാസ്ത്രത്തിന്റെ നിയമമാണ്. അമ്മയുടെ യോനിയിൽ ഭോഗം നടത്താൻ പാടില്ല. അമ്മ നമുക്ക് മോക്ഷം നൽകിയ യോനിയാണ്. അത് അമ്മയാണ്. ഇതുപോലെ പെങ്ങളാണെങ്കിലും മറ്റുള്ളവരൊക്കെ ഇങ്ങനത്തെ നിയമങ്ങളുണ്ട്. പെങ്ങളും ഈ അമ്മയായി വരുന്നത് ആരൊക്കെയെന്നൊക്കെ ഉണ്ട്. പെങ്ങള്, ഏട്ടൻ്റെ ഭാര്യ, ഇങ്ങനെ കുറേ ഗുരുവിൻ്റെ പത്നി, ഇതൊക്കെ അമ്മയുടെ സ്ഥാനത്ത് വരുന്നവരൊക്കെ തന്നെ. അല്ലാതെ ഉണ്ട്. അപ്പോഴും ഭോഗിക്കാൻ എല്ലാ യോനിയും ഭോഗിക്കല്ല കേട്ടോ. സ്ത്രീയുടെ സമ്മതം ഇല്ലാണ്ട് സ്ത്രീയെ തൊടാനോ ഇതുപോലെ ഇരുന്ന് സംസാരിക്കാൻ പോലും ഞങ്ങൾക്കൊന്നും അധികാരമില്ല. അധികാരം എന്നാ പറയാം, സംസാരിക്കാൻ പോലും. ഇപ്പോഴും നിയമം അങ്ങനത്തെ അനുവാദമൊക്കെ വേണം, വെറുതെ വിട്ട് നടത്താൻ പറയാൻ പറ്റില്ല. അപ്പോൾ എന്തിനും സ്ത്രീയുടെ സമ്മതം, ജസ്റ്റ് ഒന്ന് ഷൈക്കൻഡ് കൊടുക്കണം, അയാൾ കൈയ്യട്ടിലേ പറ്റുള്ളൂ. അല്ലേ നമ്മളിങ്ങനെ. അപ്പോൾ ഞങ്ങൾക്ക് എന്തിനും കണ്ടീഷൻ ഇതൊക്കെ ചെയ്യാം.
കണ്ടീഷൻ ഉണ്ട്. ഇപ്പൊ യോനി പൂജിക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ആൾക്കാർ ഇതെന്തോ അവിടെ ഇപ്പൊ യോനിക്ക് ചൈതന്യമുണ്ട്, അത് ചൈതന്യം ഉള്ളതാണ്. അതെങ്ങനെ ചൈതന്യം? എനർജി ഉണ്ടെന്ന്. നിങ്ങൾ മെൻസസ് ആയപ്പോൾ നിങ്ങൾ മോശക്കാരിയാന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. അതെങ്ങനെ നിങ്ങൾ മോശക്കാരിയാവുക? ആവില്ല. അതെന്നാലാണ് കരുതുന്നവരില്ലേ? കരുതുന്നവരെ സംബന്ധിച്ചവിടെ നെഗറ്റീവ് ഉണ്ടായില്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ പോസിറ്റീവ് ഉണ്ടാവണ്ടേ? അത് നെഗറ്റീവ് ആണോ ഒക്കെ ശരിയാണ്. കാരണം എപ്പോഴും ഞാൻ പറഞ്ഞിട്ട് മതങ്ങളുടെ ഒരു പ്രത്യേകത, മതങ്ങളൊക്കെ ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെയാണ്, എല്ലാ മതങ്ങളും. അതെ. ഏതോ ഒരു മുസ്ലിം പണ്ഡിതൻ സംസാരിക്കുമ്പോൾ ഒരു പെൺകുട്ടി എണീറ്റ് ചോദിക്കുന്നു കേട്ടു, എന്താ പറയാ എന്താ പ്രവാചകന്മാര് പെണ്ണുങ്ങളില്ലാതെ? അപ്പൊ അയാൾ പറയണ്ടായി അങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ പറ്റൂല, അത് മതത്തിന് നിരക്കാത്തതാണ്. താങ്കളുടെ രീതിയിലുള്ള പൗരോഹിത്യത്തിൽ സ്ത്രീകളുണ്ടോ? എവിടെ? താങ്കളുടെ രീതി? തന്ത്രത്തിൽ വാമാചാരത്തിൽ സ്ത്രീയാണ് ഗുരു. എന്റെ ഗുരു സ്ത്രീയാണ്, എന്റെ ഗുരു ഒരു സ്ത്രീയാണ്. കബർദിനി അംബ എന്ന് പറയും ഈ വാമാചാരത്തിൽ. എന്റെ ഗുരു സ്ത്രീയാണ്. ഇനിയിപ്പോൾ എനിക്ക് മലബാരത്തിലാണെങ്കിൽ തന്നെ അച്ഛൻ്റെ പാരമ്പര്യമാണല്ലോ എനിക്ക് തോറ്റങ്ങൾ മുഴുവൻ പറഞ്ഞാൽ മതി. ആ സമുദായത്തിൽ പോലും അല്ല അമ്മ, പക്ഷെ അച്ഛൻ്റെ കൂടെ കൂടിയിട്ട് നമുക്ക് അമ്മയാണ് തോറ്റങ്ങളൊക്കെ എനിക്ക് ചൊല്ലി തന്നിട്ടുള്ളത്. സ്ത്രീയാണ്. സ്ത്രീക്ക് മാത്രമേ പുരുഷന് ജ്ഞാനം കൊടുക്കാൻ പറ്റുള്ളൂ. യോധ സിനിമ കണ്ടിട്ടില്ലേ? പുനീതിൻ്റെ ഒപ്പം സ്ത്രീയെ കണ്ടിട്ടില്ലേ? അത് സിനിമയിൽ നെഗറ്റീവ് കാണിച്ചു, സത്യത്തിലെ സത്യമായൊരു കാര്യമാണ്. തന്നത് സ്ത്രീക്ക് മാത്രം. കാരണം പുരുഷനാണെങ്കിൽ സ്ത്രീ വേണം. അതുകൊണ്ട് സ്ത്രീ ആരാധിക്കുന്നവരാണ് ഞങ്ങൾ. സ്ത്രീ എന്ന് പറഞ്ഞ പ്രകൃതി, ആരാധന നേരത്തെ പറഞ്ഞ പ്രകൃതിയാണ്. സ്ത്രീ പ്രത്യക്ഷമാണ്, അവരെ ആരാധിക്കുക. അപ്പോൾ സ്ത്രീക്ക് പവറുണ്ട്. പക്ഷെ മതങ്ങളുടെ പ്രത്യേകത ഈ ശാക്തേയ സങ്കല്പത്തിൽ മാത്രമേ സ്ത്രീ ഇങ്ങനെ കാണുന്നുള്ളൂ. ദൈവികമാര് കംപ്ലീറ്റ് ശാക്തേയത്തിൻ്റെ ഇപ്പം മിക്സഡ് ആയതുകൊണ്ട് അറിയാത്തതാ. മറ്റൊക്കെ പുരുഷ ദൈവങ്ങളാ. അഗ്നിം യമം ദൃശ്വാന മാഹു എന്നൊക്കെ വേദം പറഞ്ഞ അഗ്നി യമനും മരുതനൊക്കെ പുരുഷ സങ്കല്പങ്ങളാണ്. ശരി. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ പ്രവാചകന്മാര് പുരുഷന്മാർ, ദിവ്യ പുരുഷന്മാര്, പെണ്ണുങ്ങൾക്ക് ഒന്നിനും പറ്റാത്ത പോലെ. പക്ഷെ ഇവിടെ എങ്ങനെയല്ല, സ്ത്രീക്കേ പറ്റുള്ളൂ. സ്ത്രീക്കാണ് അറിവ് പൂർണ്ണമാക്കാൻ പറ്റുള്ളൂ പുരുഷനെ സംബന്ധിച്ച്. പുരുഷൻ എന്തേ എന്നാണെങ്കിൽ സ്ത്രീ വേണം. വേണ്ടാന്ന് പറഞ്ഞൊരു കാവാട്ടുമോ? കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പം ഇങ്ങനെയൊന്നും അല്ലാണ്ടിയൊക്കെ ഉണ്ട്. ആ കാവാ, ഞാൻ അതിനെതിരുമല്ല, പക്ഷെ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ റെസ്പെക്റ്റ് ഉണ്ട്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് സ്ത്രീകളുടെ റെസ്പെക്റ്റാണ്, ബഹുമാനമാണ്. പക്ഷെ ആളുകളിപ്പോൾ ഈ കാണുന്നതും കേൾക്കുന്നവരും അങ്ങനെയല്ല. അവർ പെണ്ണെന്ന് പറഞ്ഞ നേരത്തെ അങ്ങയുടെ അതേ ചോദ്യമാണ്. വെച്ചാൽ യോനി എന്താ കുഴപ്പമെന്ന് ഞാൻ ചോദിച്ചില്ല. അത് വെച്ചാൽ യോനി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ യോനി പറഞ്ഞാലും എനിക്ക് പോലും കണ്ണു പറഞ്ഞു. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വതവേ എൻ്റെ വീക്ക്നെസ് അമ്മ എന്ന വാക്കും അമ്മ എന്ന സത്യവും. കാരണം ഞാൻ ദൈവത്തെ വിളിക്കുന്ന അമ്മയാണ്. എൻ്റെ ജന്മം കൊണ്ട് എനിക്ക് ഏറ്റവും എന്നെ സ്വാധീനിച്ച, അല്ലെങ്കിൽ നമുക്കൊക്കെ ഒരു വീക്ക്നെസ് ഉണ്ടാവില്ലേ, എനിക്ക് അമ്മയാണ്. എൻ്റെ ഗുരു അമ്മയാണ്, സ്ത്രീയാണ്. അപ്പം എല്ലാ അർത്ഥത്തിലും. അപ്പം അതോട് പറയുമ്പോഴത്തിനും അങ്ങനെയുള്ള അമ്മയുടെ യോനി എന്ന് പറയുന്ന സമയത്ത് അമ്മയുടെ യോനി എന്ന് പറയുമ്പോൾ തെറിയായിട്ട് പോലും എനിക്ക് തോന്നില്ല. കാരണം അതെൻ്റെ തെറി എന്താണ്? ഇതൊക്കെ പറയുന്നവരുമായിരിക്കും, നിത്യം പറയുന്നവരായിരിക്കും. അവർക്ക് അമ്മയോടും സത്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് അമ്മയോട് കാമമായിരിക്കും. അല്ലാണ്ടെങ്കിൽ പറ്റില്ല. കാരണം അമ്മയുടെ പേറ്റുനോവ് ചിന്തിക്കാൻ പറ്റിയാൽ നിങ്ങൾ ആരാധിക്കുകയും ചെയ്യും. നിങ്ങൾ കുറേ കാലമായിട്ട് ഈ മൂടിക്കെട്ടിയ ശരീരമാകൊണ്ടേ, നിങ്ങൾ പറഞ്ഞാൽ അങ്ങനെയല്ല, മൂടിക്കെട്ടിയ ശരീരങ്ങളാവുകൊണ്ട് നമുക്ക് തോന്നുന്നു. നിങ്ങൾ ഇപ്പോഴും ലോകത്തിൻ്റെ പല കോണുകളും വസ്ത്രം എടുക്കാത്ത ആൾക്കാരുണ്ട്, ഇല്ലേ? അവർക്കിപ്പം യോനി പൂജിക്കാൻ എന്തെങ്കിലും തോന്നുമോ? ഇല്ല. കാരണം ഓൾറെഡി അവർക്കൊന്നും മറയുന്നില്ല. നമുക്ക് മറച്ചു വെക്കുന്നതുകൊണ്ട് തോന്നുകയാണേ. മറ വേണ്ടെന്നല്ല പറയുന്നേ, അതൊക്കെ വേണം, ആയിക്കോട്ടെ. നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ നാളെ തൊട്ട് നമ്മൾ മുഖം മറയ്ക്കുന്ന ചില വിശ്വാസമില്ലേ, തെറ്റില്ല. പക്ഷെ അവരെ സംബന്ധിച്ചാൽ മുഖം കാണിക്കാറ് എന്തൊരു തെറ്റല്ലേ, പാപമായിട്ടല്ലേ കാണുന്നേ. അതവരുടെ വിശ്വാസമാണ്. ഇത് പറഞ്ഞ പോലെ നമ്മളും നാളെ നാളെ മേഘയും മുഖം മറച്ച മേഘ പിന്നീട് ഇത് മുഖിക്കാൻ തോന്നും. അതുപോലെ തന്നെ അങ്കാവയവങ്ങൾ മറച്ചോണ്ടാ. മറയ്ക്കപ്പെടുമ്പോഴൊക്കെ നോക്കും ചെയ്യും. എൻ്റെ അച്ഛമ്മയൊന്നും മറച്ചിരുന്നില്ല, ആരും നോക്കിയിരുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യമല്ലല്ലോ ഇപ്പോഴുള്ളത്. ഞാൻ മറയ്ക്കണ്ടെന്നല്ല പറയണതേ, മനസ്സിലായി. നിങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ നോക്കൂല, പ്രദർശിപ്പിക്കാതെ നോക്കും. അതിൻ്റെ ആ ചിന്തയിൽ നിന്നാണ് യോനി ലിംഗമൊക്കെ വരുന്നത്. യോനി പൂജ മാത്രമല്ല, ലിംഗപൂജയുണ്ട് കേട്ടോ. ഈ യോനി പൂജ എന്ന് യോനി എന്ന് പറയുമ്പോൾ യോനി പൂജ അത് ലിംഗപൂജയുണ്ട്. ഇതൊക്കെ നിങ്ങൾ കല്ലിൽ കൊത്തി ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഈ യോനി പൂജ കുറ്റം പറഞ്ഞ ആൾക്കാർ അമ്പലത്തിൽ പോകുന്ന ആൾക്കാർ വിഗ്രഹം ശില ഇരിക്കുന്നത് പീഠത്തിലാണ്. വിഗ്രഹാരാധന ചെയ്യാത്തവർക്ക് ഇതിനെ വിമർശിക്കാമോ? ഞാൻ വിഗ്രഹാരാധന ചെയ്യാറില്ല. ആർക്കും എന്ത് വിമർശിക്കാം, എന്നെ വിമർശിക്കാം. നമ്മൾ വിമർശിക്കുന്നത് വിമർശനാത്മകമായിട്ടായിരിക്കണം, പരിഹസിക്കാൻ വേണ്ടിയിട്ട് മാത്രമാകരുത്. ഗുരുദേവൻ പറഞ്ഞപ്പോഴാണ് അറിയാനും അറിയിക്കാനുമാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും. അല്ലാണ്ട് മലയാളികളുടെ പോലെ എന്തെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ, പോസ്റ്റർ കാണുമ്പോൾ അവൻ്റെ തലത്ത് നിന്നിട്ട് അവനങ്ങോട്ട് തോന്നി എഴുതി വിടലല്ല.
നമ്മളൊക്കെ ഓപ്പണാണ്. എപ്പോൾ വേണം ഇപ്പം നമ്മൾ തന്നെ ഈ അബാക് മീഡിയ തന്നെ ഓപ്പൺ വേദികളാണ് വെക്കുന്നത്. അവനാൻ്റെ പെരലിരുന്ന് കുത്താണ്ട് ആ വേദിയിൽ വന്നിട്ട് ചോദിച്ചാൽ മതി. നമ്മളൊക്കെ മറുപടി തരാൻ വേണ്ടിയുള്ള രോഹിത് ജി ഓടി പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുള്ളത്. അപ്പോൾ അവിടെ ഒന്നും ചോദിക്കില്ല, എന്നിട്ട് എന്ത് ചെയ്യും? ഇത് എഴുതും. അമ്മേൻ്റെ യോനി പൂജിക്കുന്നു, അമ്മേനെ പ്രാപിക്കുന്നു ഒക്കെ ഈ എഴുതുന്നവൻ അറിയാണ്ട് അവൻ അമ്മ എന്ന വാക്കാ ഉപയോഗിക്കുന്നത്, അവൻ്റെ അമ്മയെ കൂടി പറയല്ലേ? ചോദ്യം വേണ്ടേ? അങ്ങേപ്പോലെ ചോദിക്കണ്ടേ? ഇതില്ല ചോദ്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതുകൊണ്ട് വിമർശനം തെറ്റല്ല, വിമർശിക്കപ്പെടണം. നമ്മളെന്നല്ല, ദൈവങ്ങളും അധികാരികളും നിയമങ്ങളും ഒക്കെ വിമർശിക്കപ്പെടുക, ചോദ്യം ചെയ്യപ്പെടുക. അതാണ് സത്യത്തിൽ ഈ മാറിയ കാലഘട്ടത്തിൽ, മാറുന്ന കാലഘട്ടത്തിൽ മാനവികത. ചോദ്യം ചെയ്യപ്പെടണം. ഞാൻ പറഞ്ഞത് അവിടെ കേൾക്കാമെന്നല്ല, അത് വിഴുങ്ങാൻ പാടില്ല. ഞാൻ പറഞ്ഞത് ആരും കേൾക്കരുതേ, അത് എന്നെ ദൈവമാക്കുന്നതിനില്ല, അത് തെറ്റാണ്. ചോദ്യം ചെയ്യപ്പെടണം. ചോദ്യം ചെയ്യപ്പെടുമ്പോഴാണ് എനിക്കിപ്പോൾ നിങ്ങൾ പറയപ്പെടുന്ന തെറ്റുകളുണ്ടെങ്കിൽ എനിക്ക് മാറ്റാനും പറ്റുമോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ? എനിക്കറിയണ്ടാവില്ല. കാരണം നമുക്ക് നമ്മളെ കുറ്റങ്ങൾ അറിയില്ലല്ലോ. ശരി, താങ്കൾ പറയുന്ന ജാതി വിവേചനത്തിനെതിരെയുള്ള പൊളിറ്റിക്സും താങ്കൾ പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പൊളിറ്റിക്സും എല്ലാം ഞാൻ അംഗീകരിക്കുന്നു. അപ്പോഴും ഞാൻ വശ്യം പോലുള്ള, മരണം പോലുള്ള കാര്യങ്ങളെ ഞാൻ വിവേചനാത്മകമായി തന്നെ കാണുകയും ചെയ്യുന്നു. എന്തായാലും ഇതിൽ പങ്കെടുത്ത താങ്കൾക്ക് നന്ദി. നമസ്കാരം.